ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ചെറുപയർ ദോശയുടെ റെസിപ്പിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ദോശ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇടാം. ഇനി ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് പച്ചരിയാണ്. പച്ചരി ഏത് ടൈപ്പ് പച്ചരി വേണമെങ്കിലും യൂസ് ചെയ്യാം. 1/2 കപ്പ് പച്ചരി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കാം. ഞാനിവിടെ 3 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇത് മുങ്ങാൻ മാത്രമുള്ളത്ര വെള്ളം ചേർക്കണം. ഇനി ഇതൊരു 8 അല്ലെങ്കിൽ 10 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഇപ്പോൾ ഏകദേശം 10 മണിക്കൂറൊക്കെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം. 2-3 പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് കുറച്ചായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ എടുത്തതിൻ്റെ പകുതി ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് പച്ചമുളകാണ്. 1 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ജീരകം ചേർക്കാം. 1/2 ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിൻ്റെ നമ്മൾ എടുത്തു വെച്ച അരിയുടെയും ചെറുപയറിൻ്റെയും പകുതി ഭാഗം എടുത്തതുകൊണ്ടാണ് 1/2 കപ്പ് വെള്ളം ചേർത്തത്. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള അരിയും ചെറുപയറും ഇതുപോലെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കാം. അതും ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ദോശമാവ് കുറച്ച് കട്ടിയിലാണ് വേണ്ടത്, അധികം ലൂസാവാൻ പാടില്ല. സാധാരണ ദോശ ഉണ്ടാക്കുന്ന അതേ ഒരു കൺസിസ്റ്റൻസിയിൽ. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ പാനിലേക്ക് ഇനി കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം. ഈ പാനിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് വെള്ളം തളിച്ചു കൊടുക്കുന്നത്. വെള്ളം തളിച്ചതിന് ശേഷം ഇതൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ദോശമാവിൽ നിന്നും കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം. നല്ല നേരിയ ദോശയായിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 1 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. ദോശ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു സൈഡ് നന്നായിട്ട് ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പാനിൽ നിന്ന് മാറ്റാം. അടുത്ത ദോശയും ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചെറുപയർ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.